യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടക, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ രണ്ട് സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഒന്നാമത്തേത്, പലപ്പോഴും മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾക്ക് നൽകുന്ന വിഷയങ്ങൾ പലപ്പോഴും അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ചുരുക്കി കാണിക്കാറുണ്ട്. അംബേദ്കറിനെ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷങ്ങൾ എന്നിവ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗത്തിലെ ആളുകൾ മാത്രം കൊണ്ടാടുന്ന അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ പ്രസംഗത്തിന് നൽകിയിട്ടുള്ള വിഷയം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മലയാളിയെ ജനാധിപത്യവൽക്കരിച്ച അയ്യങ്കാളി എന്നതാണ്. ഈ വിഷയത്തിൽ നിന്ന് തന്നെ പ്രാഥമികമായി നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മഹാത്മാ അയ്യങ്കാളി ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി, കേരളത്തിലെ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി മാത്രം ജീവിച്ച, പ്രയത്നിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു. കേരളത്തിനകത്തെ ബ്രാഹ്മണനെയും നമ്പൂതിരിയെയും നായരെയും കൂടി പരിഷ്കരിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി നടത്തിയിട്ടുള്ളതെന്നത് പ്രാഥമികമായി നാം ഓർക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. പൊതു കേരളത്തെ നിർമ്മിക്കുക എന്നതാണ് മഹാത്മാ അയ്യങ്കാളി ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ജാതി നിബന്ധമായി നിന്നിട്ടുള്ള ഒരു സമൂഹത്തെ സിവിൽ സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നതാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ഏറ്റവും വലിയ സാമൂഹ്യ ഇടപെടൽ എന്ന് ഞാൻ വിശ്വസിച്ചു പോരുന്നു. രണ്ടാമത്തെ വലിയ സന്തോഷം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മുടെ പരിപാടികൾ ഉപജാതികൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രം നടത്തുന്ന സമയത്ത് ഇവിടെ വ്യത്യസ്ത ഉപജാതി സംഘടനകളും പൊതുവായി നിൽക്കുന്ന അംബേദ്കറൈറ്റ് പ്രസ്ഥാനങ്ങളും ഒന്നിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ കാണിച്ച ഒരു എഫേർട്ട് തീർച്ചയായും നാം മാനിക്കേണ്ട ഒന്നാണ്. പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉപജാതി അടിസ്ഥാനമാക്കിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് കൂട്ടായിട്ടുള്ള ഇത്തരം പൊതുപരിപാടികളാണ് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകളെ നാം ഓർക്കുന്ന സമയത്ത് നടത്തേണ്ടത് എന്നുള്ളത് കൂടിയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണക്കാക്കുന്നത്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു പരശുരാമ കഥയുണ്ട്. കേരളം യഥാർത്ഥത്തിൽ നിർമ്മിക്കപ്പെട്ടത് പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണ് എന്നാണ് പലപ്പോഴും പറയുന്ന കാര്യം. ഇന്ത്യക്കകത്ത് നിന്നുള്ള ഒരു യൂണിവേഴ്സൽ MP എന്ന നിലയിൽ അറിയപ്പെടുന്ന ശശി തരൂറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പരശുരാമ ജയന്തിയുടെ ആഘോഷത്തിൻ്റെ പോസ്റ്റർ വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്നാൽ ഒരു പക്ഷേ പരശുരാമൻ മഴുവെറിഞ്ഞൊരു കേരളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് അഗ്രഹാരം മാത്രമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാലക്കാട് അഗ്രഹാരമോ ഗുരുവായൂർ അഗ്രഹാരമൊക്കെയാണ് പരശുരാമൻ മഴുവെറിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കേരളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പരശുരാമൻ്റെ മഴുവിൽ നിന്നല്ല. അമ്മയെ കൊന്നൊരു പരശുരാമനാണല്ലോ അല്ലേ? ഈ പരശുരാമൻ്റെ മഴുവിൽ നിന്നൊന്നുമല്ല കേരളം ഉണ്ടായത്, മറിച്ച് മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചാണ് കേരളം ഉണ്ടായതെന്ന് ഉറച്ചു പറയുവാൻ വേണ്ടി ഞാൻ ഈ വേദിയിൽ വെച്ച് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ പരശുരാമ ജയന്തി ആഘോഷിക്കുന്ന സംഘപരിവാർ ശക്തികൾ, പരശുരാമ ജയന്തി ആഘോഷിക്കുന്ന കോൺഗ്രസ് MP ആയിട്ടുള്ള ശശി തരൂർ പോലും മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം സംബന്ധിച്ച് ഒരു പോസ്റ്റർ പോലും തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നില്ല എന്നിടത്താണ് എങ്ങനെയാണ് ഇവരൊക്കെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷനുള്ള വ്യക്തികളാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക എന്ന് നാം തിരിച്ചാലോചിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തെ ഒരു പൊതു കേരളമായി നിർമ്മിച്ചിട്ടുള്ളത്, ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് നാം അഭിമാനപൂർവ്വം പറയുന്ന പല ഇൻഡിക്കേറ്റേഴ്സും, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആവട്ടെ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആവട്ടെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്നതാകട്ടെ, എങ്ങനെയാണ് പഞ്ചമിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഉരുട്ടമ്പലം സ്കൂളിലേക്ക് മഹാത്മാ അയ്യങ്കാളി പോയിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് 100% സാക്ഷരത നേടുന്ന ഒരു കേരളം ഉണ്ടാവുന്നതെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിനകത്ത് പുലയ വാർഡുകളായി പ്രത്യേക വാർഡുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, ബ്രാഹ്മിൺ ലുണാറ്റിക് സെന്ററുകൾ നമുക്കുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എങ്ങനെയായിരിക്കും നിൽക്കുന്നതെന്ന് നാം കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടിയുണ്ട്. കേരളത്തിനകത്തെ കൊച്ചി പ്രദേശത്തെ ഈ പറയുന്ന ഭ്രാന്താശുപത്രി സന്ദർശിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട്. ഈ ഭ്രാന്താശുപത്രി സന്ദർശിച്ചുകൊണ്ട് ഈ എക്സ്പേർട്ട് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, കേരളത്തിനകത്തെ ഭ്രാന്താശുപത്രികൾക്കകത്ത് ബ്രാഹ്മണരായ ആളുകളുണ്ട്, അതുകൊണ്ട് ബ്രാഹ്മിൺ കുക്കിനെ വെക്കണമെന്നാണ് ഇവർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. നോക്കൂ, ഡോക്ടർമാരായിട്ടുള്ള ഒരു എക്സ്പേർട്ട് സംഘം
ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ച് അവർ നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമല്ല, ആ ആശുപത്രിയിലേക്ക് വേണ്ട മരുന്നുകൾ എത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് ബ്രാഹ്മൺ വിഭാഗത്തിൽ നിന്ന് ഒരു കുക്ക് നമ്മൾക്ക് വേണമെന്നുള്ളതാണ് അവർ നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇങ്ങനെ കെട്ട കാലത്തിൻ്റെ ഒരു കേരളമായിരുന്നു നമ്മൾക്കുണ്ടായതെന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. ഈ കേരളത്തെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് ഇന്ന് നാം നേരിടുന്ന എല്ലാ രീതികളിലുമുള്ള ഹെൽത്ത് ഇൻഡിക്കേറ്ററുകൾ, സോഷ്യൽ ഇൻഡിക്കേറ്ററുകൾ, വെൽഫെയർ ഇൻഡിക്കേറ്ററുകൾ, ഒരു ക്ഷേമ സങ്കല്പം എന്ന രീതിയിൽ കേരളത്തെ മുന്നോട്ട് നയിച്ചത്, ജനാധിപത്യത്തിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി നടത്തിയിട്ടുള്ള വലിയ ഇടപെടലുകളിലൂടെയാണ്. പൊയ്കേലപ്പച്ചനും കുമാര ഗുരുദേവനും അടക്കമുള്ള ആളുകൾ, ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആളുകൾ നയിച്ചിട്ടുള്ള സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഇടപെടൽ കാരണമാണ് ഒരുപക്ഷെ ഇന്ന് നാം നിൽക്കുന്ന കേരളത്തിൽ നാം എത്തിയിട്ടുള്ളത്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കോൺട്രിബ്യൂഷൻ അല്ല, മറിച്ച് ഇതര സംസ്ഥാനങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് കൃത്യമായി അവിടെ ഇന്നും ജാതീയത നിലനിൽക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായി ഇന്നും അവിടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന നവോത്ഥാന മൂവ്മെൻറ്റുകളെല്ലാം തന്നെ മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ജാതി ധർമ്മ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിഷ്കാരങ്ങൾ നടത്തി എന്നുള്ളതാണ്. മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ജാതീയമായ സമ്പ്രദായങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള, ജാതിയെ വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ള സാമൂഹിക നവോത്ഥാന പരിഷ്കാരങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ഇടപെടലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഇടപെടലുകൾ മാത്രമാണ് ഞാൻ ഈ വേദിയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മഹാത്മാ അയ്യങ്കാളിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിനകത്ത് പൊതുവഴികൾ, പൊതുവീഥികൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം 1860 വരെ പബ്ലിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ചിലവഴിച്ച തുക വളരെ ചുരുങ്ങിയ ചിലവ് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. മഹാരാജാക്കിനെ സംബന്ധിച്ച്, അതായത് ശ്രീമൂലം തിരുനാളിനടുത്ത് ഇവിടെ നല്ല റോഡുകൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുറജപ മഹോത്സവം നടത്താനുണ്ട്, അതുകൊണ്ട് തന്നെ റോഡുകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പണം നൽകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ശ്രീമൂലം തിരുനാൾ നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ റോബിൻ ജെഫ്രിയുടെ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാളികൾക്ക് റോഡിൻ്റെ ആവശ്യമില്ല, അവർ കൊണ്ടു നടക്കുന്ന ജീവിതം അങ്ങനെയുള്ളതല്ല എന്ന് റോബിൻ ജെഫ്രി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ച് രാജവീഥികളും ഗ്രാമവീഥികളും ഉണ്ടായിരുന്നു. ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളായിരുന്നെങ്കിൽ രാജവീഥികൾ എല്ലാവർക്കും നടക്കുവാൻ വേണ്ടിയുള്ള പൊതുവഴികൾ തന്നെയായിരുന്നു. 1885 ഈ രാജവീഥികൾ എല്ലാ മനുഷ്യർക്കും തുറന്നു കൊടുക്കണമെന്ന ഉത്തരവ് കൃത്യമായി രാജാവിൻ്റെ പക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതുമാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ജാതി മേൽക്കോയ്മയുടെ ഭാഗമായിക്കൊണ്ട് ഈ റോഡുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ 1885 ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി പോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഉത്തരവിനെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് 93 കൃത്യമായി കൊണ്ട് മഹാത്മാ അയ്യങ്കാളിക്ക് വില്ലുവണ്ടി സമരം എന്ന് പറയുന്ന സമരം നടത്തേണ്ടി വന്നത്. ഇവിടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് TK മാധവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അമ്പലങ്ങളിൽ കയറുക എന്നതാണോ പ്രധാനപ്പെട്ട കാര്യമെന്ന്. TK മാധവൻ തിരിച്ചു പറയുന്ന ഒരു ഉത്തരമുണ്ട്, അമ്പലത്തിൽ കയറണമെന്നത് ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് മുന്നിലുള്ള നിരത്തുകളിൽ കയറണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്നത്. അതായത് പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കുന്ന പൊതുനിരത്തുകൾ എല്ലാ മനുഷ്യരുടേതുമാണെന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് നാം ആലോചിക്കണം. ഒരു പക്ഷേ ഇത്തരത്തിൽ പൊതുവഴികൾ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ സ്റ്റൈഫൻ്റൊക്കെ കിട്ടിക്കൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ പല ആളുകളും ഞങ്ങളടങ്ങുന്ന ദളിത് വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആഡംബരത്തോടെ നടക്കുന്നത്, നിങ്ങൾക്ക് സാധാരണ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നടന്നാൽ പോരെ, എന്തിനാണ് സ്റ്റൈഫൻ്റ് തുക ഇങ്ങനെ അടിപൊളിയായി ചെലവാക്കുന്നതെന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ അവരോട് പറയാറുള്ള മറുപടി എന്ന് പറയുന്നത്, ഞങ്ങളുടെ മുതുമുത്തച്ഛനായ മഹാത്മാ അയ്യങ്കാളിക്ക് വേണമെങ്കിൽ ഒരു സാധാരണ കാളയും കൊണ്ട് റോട്ടിലൂടെ നടന്നു പോകാമായിരുന്നു, പുള്ളി അതിന് തയ്യാറായി അല്ലായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാന്തരം വൈബ് എന്ന് പറയും അല്ലേ. ഏറ്റവും മികച്ച വില്ലുവണ്ടിയെ, മണികെട്ടിയ വില്ലുവണ്ടിയുള്ള കാളയെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞങ്ങളുടെ മുതുമുത്തച്ഛനായ മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചു പോയത്.
അങ്ങനെ ഒരു വില്ലുവണ്ടി ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അന്തസ്സാർന്നുകൊണ്ട്, ഏറ്റവും അടിപൊളിയായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്യന്തികമായ രാഷ്ട്രീയം കൂടിയാണെന്നാണ് ഞങ്ങൾ അവരോട് ഉറച്ചു പറയാറുള്ളത്. ഞങ്ങളൊരു കുപ്പായം ഇടുന്ന സമയത്ത് പെലക്കളർ എന്ന് വിളിച്ചു വരുന്ന മനുഷ്യന്മാരോടും പുലയക്കളർ എന്നും പറയക്കളർ എന്നും വിളിച്ചു വരുന്ന മനുഷ്യന്മാരോട് ഞങ്ങൾ ഉറച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മണികെട്ടിയ കാളയെ കൊണ്ട് നടന്ന മഹാത്മാ അയ്യങ്കാളിയുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ വസ്ത്രത്തിലെ രാഷ്ട്രീയം എന്നാണ്. ഒരുപക്ഷെ ഇന്ന് ഗാന്ധി ജയന്തി ദിനം കൂടിയാണല്ലേ. ഗാന്ധി ദളിതരെയും ആദിവാസികളെയും കണ്ടപ്പോൾ ദയാബായി ഒക്കെ ചെയ്ത പോലെ തന്നെ ഡ്രസ്സ് ഊരുകയാണ് ചെയ്തത്. ദയാബായി ആദിവാസികളെ കണ്ടപ്പം ദയാബായും അതാണ് ചെയ്തത്. അവരുടെ വസ്ത്രം ധരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ ചെയ്തത് ദളിതരെയും ആദിവാസികളെയും കണ്ട സമയത്ത് അദ്ദേഹം കോട്ടിടുകയാണ് ചെയ്തത്. ഈ കോട്ടിന്റെ അതേ രാഷ്ട്രീയം തന്നെയാണ് മഹാത്മാ അയ്യങ്കാളിയുടെ തലപ്പാവിന്റെ രാഷ്ട്രീയം എന്നാണ് നാം ഉറച്ച് തിരിച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തലപ്പാവിന്റെ രാഷ്ട്രീയം, നല്ല വസ്ത്രത്തിന്റെ രാഷ്ട്രീയം, നല്ല മണിക്കാളയുടെ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി ഞങ്ങളോട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ്. ഒരു പക്ഷെ നടൻ വിനായകൻ പറയുന്നുണ്ടല്ലോ, ഫെറാറി കാറിൽ വരുന്ന രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയവും മഹാത്മാ അയ്യങ്കാളി മുന്നോട്ടേക്ക് വെക്കുന്ന നല്ല വസ്ത്രത്തിൻ്റെയും നല്ല ശരീരത്തിൻ്റെയും രാഷ്ട്രീയം തന്നെയാണെന്നാണ് ഞങ്ങൾ ഉറച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പൊതു വഴികളുണ്ടായി, കേരളമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴും ചില മനുഷ്യർ ഗ്രാമവീഥികളിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നും അവരുടെ തലയ്ക്കകത്ത് രാജകീയമായ ഗ്രാമവീഥികളാണ് നിലനിൽക്കുന്നത്. നോക്കൂ, ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു. ആറ്റുകാൽ പൊങ്കാല സമയത്ത് തിരുവിതാംകൂറിലെ പോയ കാലത്തെ രാജകുടുംബം ഇന്നും ഒരു രഥത്തിലാണ് എഴുന്നള്ളുന്നത്. ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഏത് രാജ്യത്തിൻ്റെ രാജാവാണ് നിങ്ങളെന്നാണ് ഇവരോട് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഏത് രാജ്യത്തിൻ്റെ രാജാവായിക്കൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇത്തരം രഥങ്ങളിൽ എഴുന്നള്ളുന്നത്? ഇവർ രഥങ്ങളിൽ എഴുന്നള്ളുമ്പോൾ ഇവർക്ക് മിനിമം ബോധമില്ലെങ്കിൽ ഇതിനെ താങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് രാജഭക്തിയുള്ള മനുഷ്യരുണ്ട്. 1947 ശേഷം ഒരു ഭരണഘടന ഇവിടെ നിലവിൽ വന്നുവെന്നും പ്രൈവി പേഴ്സി അടക്കമുള്ള കാര്യങ്ങൾ നിർത്തലാക്കിയെന്നും ഇവിടെ ജനാധിപത്യ ഭരണമാണ് നിലവിലുള്ളത് എന്നുപോലും മനസ്സിലാക്കാതെ ഇവർ ഇന്നും രാജവണ്ടികളിൽ നമ്മൾക്ക് മുന്നിലൂടെ എഴുന്നള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതോ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള രാജഭക്തിയെ വീണ്ടും കൊണ്ടുവരാനാണ് സനാതന ധർമ്മത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് ഇവർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പേരൂർക്കട സർക്കാർ സ്കൂളിലേക്ക് ഓഗസ്റ്റ് 25, 2023 ഓണാഘോഷ സമയത്ത് അടിച്ച നോട്ടീസിൽ പറയുന്നത് പ്രിൻസ് ആദിത്യവർമ്മ എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിനൊരു നാണവും മാനവും ഇല്ല എന്നാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ യുവരാജാവല്ലെന്നും രാജഭക്തിയുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ആത്യന്തികമായ സ്വബോധം ഇദ്ദേഹത്തിനില്ലേ എന്നാണ് നാം ചോദിക്കുന്നത്. കേരളത്തിനകത്തും തമിഴ്നാട്ടിലും ഭരിച്ച ഒരുപാട് രീതിയിലുള്ള ദളിത് ആദിവാസി വിഭാഗത്തിലെ രാജാക്കന്മാരുണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാവുന്നതാണ് പാണ്ഡ്യചോള രാജവംശത്തിന്റെ ചരിത്രമൊക്കെ തന്നെ. മലയേറിയ കുടുംബങ്ങളുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. നമ്മൾ ആരെങ്കിലും റോട്ടുമിൽ ഇറങ്ങിക്കൊണ്ട് നമ്മൾ കോതറാണിയുടെ ബാക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും നിൽക്കുന്നുണ്ടോ? കാരണം നമ്മളെ സംബന്ധിച്ച് തലയ്ക്കകത്ത് മിനിമം ഓളമുള്ള മനുഷ്യന്മാരായതുകൊണ്ടാണ് ദളിതരും ആദിവാസികളും ഈ പണിക്ക് നിൽക്കാത്തത്. എന്നാൽ ഇന്നും എക്സ് രാജകുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന ഇവർക്ക് വേണ്ടി കാണിക്കുന്ന രാജഭക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ ആധുനികമായ ഒരു കേരളത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നാം പറയുന്നു. ഇവർ പറയുന്നു ആർത്തവ സമയത്ത് കറിവേപ്പില പറിച്ചാൽ കറിവേപ്പില മരം ഉണങ്ങിപ്പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കാണ് നമ്മുടെ രാജ്യത്തെ പരമോന്നതമായിട്ടുള്ള പുരസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു പുരസ്കാരം കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾക്കിടയിൽ എത്രയോ ഡോക്ടർമാർ ഇപ്പോഴുണ്ട് റിസർച്ച് നടത്തിക്കൊണ്ട് സയന്റിഫിക് എവിഡൻസിന്റെ പുറത്തുകൊണ്ട് മെൻസ്ട്രൽ ടാബൂസിനെതിരെ പൊരുതുന്ന ഡോക്ടർമാരാണ് നമ്മുടെ പക്ഷത്ത് നിന്നുള്ളത്. ശബരിമല പ്രക്ഷോഭം നടന്ന സമയത്ത് നമ്മൾക്കിടയിൽ നിന്ന് PK സജീവ് അടക്കമുള്ള ആളുകൾ ആർത്തവ അശുദ്ധി എന്ന അശുദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഉറച്ചു പറഞ്ഞു. എന്നാൽ അവർക്കാർക്കും യാതൊരു അവാർഡും ഈ രാജ്യം നൽകി ബഹുമാനിക്കുന്നില്ല. ആർത്തവ അശുദ്ധിയുടെ പേരിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് കറിവേപ്പില പറിച്ചാൽ ഉണങ്ങിപ്പോകുമെന്ന് പറയുന്ന ആളുകൾക്കാണ് ഇന്നും രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ട് അവരെ ആദരിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇന്നും തലയ്ക്കുള്ളിൽ രാജവീഥികൾ നിലനിർത്തുന്ന ആളുകൾ മഹാത്മാ അയ്യങ്കാളിയുടെ വീഥികളെക്കുറിച്ച് ഓർക്കണമെന്നാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്. ഒരു പക്ഷേ സംഘപരിവാർ ശക്തികൾ കൃത്യമായി നോക്കുന്നത് നമുക്കിടയിലേക്ക് രാമന്റെ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ്.
നോക്കൂ, രാമന്റെ രഥം നമ്മൾക്ക് മുന്നിലൂടെ ഓടിച്ചു കൊണ്ടുപോയിക്കൊണ്ട് കൃത്യമായ ഹിന്ദുരാഷ്ട്രം ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത്, ഞാൻ അട്ടപ്പാടിയിൽ ഒരിക്കൽ പോയ സമയത്ത് അവിടെ രാമജയന്തി യാത്ര നടത്തുന്ന സമയത്ത് നമ്മുടെ ഒരു വലിയ ഒരു മുത്തശ്ശിയായിട്ടുള്ള ആദിവാസി വിഭാഗത്തിലെ ചക്ലൈ വിഭാഗത്തിലെ ഒരു അമ്മൂമ്മ രാമന്റെ ചിത്രം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ചങ്ങാതി ഇപ്പം അടുത്ത് വന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഈ ചങ്ങാതി ഇപ്പം അടുത്ത് ഞങ്ങൾക്കിടയിലേക്ക് വന്നതാണെന്നാണ് പറയുന്നത്. നമ്മുടെ മരണവീടിലേക്ക് രാമായണങ്ങൾ കടന്നു വരുന്നു. മരണവീടുകളിൽ രാമായണം ജപിച്ചുകൊണ്ട് നാം ജപിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വരിയിലെങ്കിലും നമ്മുടെ കണ്ണൊടുക്കണം. ശംഭൂകൻ എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വ പിതാമഹനെ തപസ് ചെയ്തതിൻ്റെ പേരിൽ തല കീഴായി കെട്ടിത്തൂക്കിയ രാമൻ അടിപൊളിയാണെന്നാണ് രാമായണം വായിച്ചുകൊണ്ട് മരണവീട്ടിൽ നാം പറയുന്നത്. ആരാണോ എന്നെ കൊന്നത് ആ മനുഷ്യൻ അടിപൊളി മനുഷ്യനാണ്. എൻ്റെ പൂർവികരെ കൊന്നവർക്ക് രാമരാമ നാരായണ എന്നാണ് നാം വീടുകളിൽ നിന്ന് പറയേണ്ടത്. ഇനിയെങ്കിലും മനസ്സിൽ അയ്യങ്കാളിയെയും അംബേദ്കറെയും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നാം ഉറച്ചു പറയണം, രാമരാജ്യത്തെക്കുറിച്ചല്ല നാം പറയേണ്ടത്, അംബേദ്കർ പടുത്തുയർത്തിയ ജനാധിപത്യ ഇന്ത്യയെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. രാമന്റെ വണ്ടിക്കൊപ്പം ഞങ്ങളില്ലെന്ന് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ദളിതരെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ക്യൂർ വിഭാഗത്തെയും ഇല്ലാതാക്കുന്ന രാമന്റെ വണ്ടികൾ നമുക്ക് ആവശ്യമേ ഇല്ല. ആ രാമരഥം നമുക്ക് വേണ്ടേ വേണ്ട. നമ്മൾക്ക് വേണ്ടത് എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയാണെന്ന് ഉറച്ചു പറയുവാനുള്ള രാഷ്ട്രീയ ബോധ്യം നമുക്കുണ്ടാവണമെന്ന് ഞാൻ ഈ വേദിയിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഈ തൃപ്പൂണിത്തറ തന്നെയാണ് ഒരിക്കൽ ഈ പറയുന്ന നാരായണ അയ്യർ എന്ന് പറയുന്ന ദിവാൻ തൃപ്പൂണിത്തറയിലെ അമ്പല വഴികൾ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്നൊരു ആവശ്യമായി വന്ന സമയത്ത് തൃപ്പൂണിത്തറയിൽ അന്നത്തെ ദിവാനായിരുന്ന നാരായണ അയ്യർ പറയുന്നത്, മഹാരാജാവിന് യാതൊരു പ്രശ്നവുമില്ല, മഹാരാജാവിന് സമ്മതമാണ്. പക്ഷേ ചില തമ്പുരാട്ടിമാർക്ക് പ്രശ്നമുണ്ട്, നമ്മൾ അവരുടെ അഭിപ്രായം മാനിക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ടി.കെ. മാധവൻ എന്ന് പറയുന്ന നായകൻ തിരിച്ചു പറയുന്ന ഒരു ഉത്തരമുണ്ട്: ആരെയാണ് നാം മാനിക്കേണ്ടത്? ചില കൊട്ടാരത്തിലെ 1-2 തമ്പുരാട്ടിമാരെയാണോ നാം മാനിക്കേണ്ടത്? 2 ലക്ഷം ഈഴവ തമ്പുരാട്ടിമാരെയും 1 ലക്ഷം പുലയ തമ്പുരാട്ടിമാരുടെയും വഴി നടക്കുവാനുള്ള ആഗ്രഹത്തെ നാം മാനിക്കേണ്ടതെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. നാം ഇന്നത്തെ സർക്കാരുകളോടും ചോദിക്കേണ്ട ഈ ചോദ്യം ഇത് തന്നെയാണ്. കേവലം ജനസംഖ്യയുടെ തുച്ഛം വരുന്ന ബ്രാഹ്മണരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ സർക്കാരുകൾ നിലകൊള്ളുന്നത്? കേവലം NSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ നിങ്ങൾ മന്ത്രിമാരിൽ ഭൂരിഭാഗം പേരെയും ഈ വിഭാഗത്തിൽ നിന്ന് എടുക്കുന്നത് എന്ന് നാം കൃത്യമായി ചോദിക്കണം. ഇവിടെ വരുന്ന ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന ദളിതരുടെയും ആദിവാസികളുടെയും OBC വിഭാഗത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും ജനാധിപത്യ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഇനിയും കണക്കിലെടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം നാം ചോദിക്കേണ്ടതുണ്ട്. ഇന്നും കൊട്ടാരത്തിലെ NSS ആസ്ഥാനങ്ങളിലെ കരയോഗങ്ങളിലെ തമ്പുരാന്മാരുടെയും തമ്പുരാട്ടികളുടെയും ആവശ്യങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങളല്ല, കോളനിയിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് തമ്പുരാന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ആവശ്യങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കേണ്ടത്. അടിസ്ഥാന ആവശ്യങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് നാം ഇവരോട് തീർച്ചയായും പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, കൃത്യമായും മഹാത്മാ അയ്യങ്കാളിയുടെ ഇടപെടൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ തല്ലുമാല സിനിമയൊക്കെ കാണുന്ന സമയത്ത് വലിയ തല്ല് ഇതാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പുല്ലാട് നടന്ന ലഹള നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ചേലക്കാമ്പിൽ നിന്നുള്ള അഭ്യാസികളെയാണ് ട്രെയിൻ ചെയ്തുകൊണ്ട് ആദ്യ നിരയിൽ വെക്കുന്നത്. അവർ ഉഴൽ ചുരത്തി നടക്കുന്നു. തൊട്ടു പിന്നാലെ അരിവാളേന്തിയ നമ്മുടെ അമ്മമാർ, പിന്നാലെ TT കേശവൻ ശാസ്ത്രി അടക്കമുള്ള 5 വിദ്യാർത്ഥികൾ. ഇങ്ങനെ ഒരു ഗുണ്ടാസംഘം പോകുന്ന പോലെ, ഒരു കൊട്ടേഷൻ സമിതി പോകുന്ന പോലെയാണ് സ്കൂളിലേക്ക് പലപ്പോഴും പോകേണ്ടി വന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ എന്താണ് മഹാത്മാ അയ്യങ്കാളിയുടെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളുടെ പ്രാധാന്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇത് മലയാളികൾക്ക് ബാധകമാവുന്നതെന്ന്. നമ്പൂതിരി വിഭാഗത്തിലെ മലയാള നമ്പൂതിരി കയറിക്കഴിഞ്ഞാൽ ഗാഢ സരസ്വത നമ്പൂതിരി ജനലിലൂടെ ഓടിപ്പായും. നായർ കയറിക്കഴിഞ്ഞാൽ നമ്പൂതിരി ഓടിപ്പായും. നായർക്കിടയിലെ പലവിധ നായന്മാർ കയറിക്കഴിഞ്ഞാൽ പലവിധ നായന്മാർ പുറത്തേക്ക് ഇറങ്ങി ഓടും. പുലയം കയറിയാൽ പറയൻ ഇറങ്ങിപ്പോകും. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സ്കൂൾ സംവിധാനത്തെയാണ് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി പരിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം ഒരിക്കൽ പോലും
പ്രജാസഭയ്ക്കകത്ത് നിന്നുകൊണ്ട് ഒരു പുലയ സ്കൂൾ ഞങ്ങൾക്ക് വേണമെന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും നൽകുന്ന വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്കും നൽകണമെന്നുള്ളതാണ് മഹാത്മാ അയ്യങ്കാളി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ ആവശ്യമെന്ന് നാം ആലോചിക്കണം. അതേ സമയത്ത് ബ്രാഹ്മണ സമുദായ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബ്രാഹ്മണർക്ക് വേണ്ടി പ്രത്യേക സ്കൂൾ സംവിധാനം എന്നാണ്. വേറൊരു രസകരമായ കാര്യം കൂടെ ഉണ്ട്. എഡ്യൂക്കേഷൻ കോഡ് ബില്ല് വരുന്നു, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകണമെന്ന ആവശ്യങ്ങൾ വരുന്നു. എന്താണ് മലയാള ബ്രാഹ്മണ പ്രതിനിധി ആവശ്യപ്പെടുന്നത്? അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റില്ല, കാരണം അവർ ഷർട്ട് ഇടേണ്ടി വരും, ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പൂണൂല് കാണൂല, അതുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെന്ന എഡ്യൂക്കേഷൻ കോഡ് ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾക്ക് വീടുകളിൽ നിന്ന് മാത്രം വിദ്യാഭ്യാസം മതി എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ ബ്രാഹ്മണനെ ഷർട്ട് ഇടാൻ പഠിപ്പിച്ചത് മഹാത്മാ അയ്യങ്കാളിയാണെന്നാണ് നാം ആലോചിക്കേണ്ടത്, അല്ലേ? എല്ലാ വിദ്യാർത്ഥികളും ഷർട്ട് ഇട്ട് സ്കൂളിൽ വരണമെന്ന് പഠിപ്പിച്ചത് മഹാത്മാ അയ്യങ്കാളിയാണ്. ഇന്ന് പോലും ഇവരുടെ ചില കല്യാണ വീടുകളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നും. കല്യാണത്തിന് ഏറ്റവും മികച്ച വസ്ത്രം ധരിക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതൊരു ഉടുതുടി പോലും ഇല്ലാതെ എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. ഒരു ജനാധിപത്യ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. 2024 പകുതി ഉടുതുണി ഇല്ലാതെ ഇരിക്കുകയാണ് കല്യാണത്തിന്. ഇവരൊക്കെ മഹാത്മാ അയ്യങ്കാളി ധരിച്ച വസ്ത്ര സംവിധാനത്തിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ഇവരോട് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ സ്വദേശാഭിമാനി എന്ന് പറയുന്ന നമ്മളൊക്കെ ആദരിക്കുന്ന കേരളം ആദരിക്കുന്ന എന്ന് പറയുന്ന പത്രപ്രവർത്തകർ എന്താണ് അദ്ദേഹത്തിന്റെ പത്രത്തിൽ എഴുതിയത്? കാളയെയും കുതിരയെയും ഒരു നുകത്തിന് കീഴിൽ വെച്ച് കെട്ടുന്ന പോലെയാണ് അയിത്തജാതി കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാണ് നാം പറയുന്നത്. ഇതാണ് കേരളത്തിലെ മികച്ച പത്രാധിപനായിട്ട് ഇന്നും നമ്മൾ കരുതുന്ന ഒരു പത്രാധിപൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് ബുദ്ധി കൃഷി ചെയ്ത് വന്ന ജാതികൾ നിലം കൃഷി ചെയ്ത് വന്ന ജാതികൾക്കൊപ്പം ഇരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട് എഡിറ്റോറിയലിനകത്ത്. ഗവൺമെന്റ് നയം സാമുദായികമായ മനഃശാസ്ത്രത്തിനും സദാചാര ശാസ്ത്രത്തിനും വിരുദ്ധമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അന്നത്തെ കാലത്തെ നല്ല BJP പ്രവർത്തകരാണ് അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ കാലത്തെ മികച്ച BJP പ്രവർത്തകരായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റിയത്. ഈ പറയുന്ന സനാതന ധർമ്മത്തെയാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത്. മറ്റൊന്ന് MS വാരീസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്ര അധ്യാപിക 1932 പറയുന്നുണ്ട്, നല്ല കുട്ടികളെയും മോശം കുട്ടികളെയും കൂട്ടിച്ചേർത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കുട്ടികളും ചീത്ത കുട്ടികളായി പഠിക്കുകയുള്ളത്. അവർക്ക് മുന്നിലേക്കാണ് നമ്മൾ ഈ മികച്ച ഡോക്ടർമാരെ വെക്കുന്നത്, അല്ലേ? ചരിത്രപരമായി നമ്മളോട് ഇത് പറഞ്ഞ മനുഷ്യർക്ക് മുന്നിലേക്കാണ് നാം നമുക്കിടയിൽ നിന്ന് വന്ന ഈ മികച്ച ഡോക്ടർമാരെ അവർക്ക് മുന്നിലേക്കാണ് നമ്മൾ വെക്കുന്നത്. എനിക്ക് MAക്ക് 1ാം റാങ്ക് കിട്ടിയ സമയത്ത്, സോഷ്യോളജിയിൽ 1ാം റാങ്ക് കിട്ടിയ സമയത്ത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഇടയിൽ വന്ന ആദ്യത്തെ തെറി എന്ന് പറയുന്നത് കോളനി വേണമെന്നാണ്. നോക്കൂ, നമ്മൾ പറയുന്നത് സാമ്പത്തികമായ ഒരു പ്രശ്നമാണ് ജാതി എന്നാണല്ലോ ചിലരൊക്കെ പറയുന്നത്. ഈ പറയുന്ന ക്രീമി ലെയർ കൊണ്ടുവരാനാണല്ലോ നോക്കുന്നത്. ക്രീമി ലെയർ കൊണ്ടുവന്നാൽ ഞാനൊക്കെ ക്രീമി ലെയറിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. അച്ഛനും അമ്മയ്ക്കും സംവരണമുള്ളത് കൊണ്ട് സർക്കാർ ജോലി കിട്ടിയ ആളാണ്. ഈ ക്രീമി ലെയർ കൊണ്ടുവരാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം വരുന്ന സമയത്ത് എൻ്റെ കോളനി വേണം എന്ന് പറയുന്ന തെറി ഒഴിവാക്കി തരാൻ ഈ ജഡ്ജിമാർക്ക് പറ്റുമോ എന്നുള്ളതാണ് അവരോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഏത് ക്രീമി ലെയർ സംവിധാനമാണ് ജാതീയമായിട്ടുള്ള എതിർപ്പിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പോകുന്നത്? നോർത്ത് ഇന്ത്യയിൽ കുതിരപ്പുറത്ത് കയറിയ മണവാളിനാണ് അടി കിട്ടുന്നത്. സാമ്പത്തികമായി എത്രത്തോളം ദളിതനും ആദിവാസിയും പുരോഗമിക്കുന്നുവോ അവന് നേരിടേണ്ട അട്രോസിറ്റീസ് അത്രയും കൂടുതലാണ്. മോജിഡീസ് എന്ന് പറയുന്ന ചെരുപ്പിട്ടതിനാണ് നമ്മുടെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കാല് തല്ലി ഒഴിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നതിനനുസരിച്ച് കൊണ്ട് ജാതീയമായ അതിക്രമങ്ങൾ നമുക്കെതിരെ കൂടുകയാണെന്ന് നാം പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ എനിക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് മഹാത്മാ അയ്യങ്കാളിയെ തന്നെയാണ്. കാരണം പഞ്ചമി 1ാമതായി സ്കൂളിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും 1ാം റാങ്ക് വാങ്ങാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയപരമായ ബോധ്യം തന്നെയാണ്. ഒരുപക്ഷെ കേരളം കേട്ടിട്ടുള്ള ഏറ്റവും ശക്തമായ മുദ്രാവാക്യമാണ്. മറ്റൊരു സമുദായത്തിനും ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നിട്ടില്ല. കേരളം കേട്ട ഏറ്റവും ബ്രാഹ്മണർ വിളിച്ച മുദ്രാവാക്യം ഞങ്ങളെ മക്കളെ ഷർട്ടില്ലാതെ പള്ളിക്കൂടത്തിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പള്ളിക്കൂടത്തിലേക്ക് വരികയുള്ളൂ എന്നാണ്. പക്ഷെ മഹാത്മാ അയ്യങ്കാളി മുഴക്കിയ മുദ്രാവാക്യം അതല്ല. ഞങ്ങളെ മക്കളെ പള്ളിക്കൂടത്തിൽ കയറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് മുട്ടിപ്പുല്ല് മുളപ്പിക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളം ഇന്ന് കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് നാം ആലോചിക്കണം. എന്നിട്ട് നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? പരീക്ഷ വരുന്നു, അപ്പം പോയിട്ട് അമ്പലത്തെ പുഷ്പാഞ്ജലിയാണ്. പരീക്ഷ വരുന്നു, ചില പൂജകളാണ് ഉടനടി നമ്മൾ നടത്തുന്നത്. ഞാൻ നോക്കിയ സമയത്ത് ഈ പറയുന്ന കണ്ണൂരുള്ളൊരു സ്ഥലത്ത് ചെയ്യുന്ന നമ്പൂരി ചായ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അമ്പലത്തെ മുന്നിൽ നിരത്തി നിർത്തിയിട്ട് ഓരോ ഔൺസ് നമ്പൂരി ചായ ഒറ്റിച്ചു കൊടുക്കുക. ഞാനൊരു കുട്ടീനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ചായ? വായ വെക്കാൻ കൊള്ളൂല, അമ്പലത്തിൽ നിന്ന് തന്നാലോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരിക്കലെങ്കിലും
മഹാത്മാ അയ്യങ്കാളിയെ പരീക്ഷയ്ക്ക് മുന്നേ ഒന്ന് മനസ്സിൽ ആലോചിക്കുന്നുണ്ടോ? അംബേദ്കറിനെ ഒന്ന് ആലോചിക്കുന്നുണ്ടോ നമ്മൾ മനസ്സിൽ? സരസ്വതി ദേവി ജീവിതകാലം മൊത്തം നമ്മൾ പൂവിട്ട് പൂജിച്ചാലും ഊരുട്ടമ്പല സ്കൂളിലേക്ക് പഞ്ചമി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് താമരയിലാണ് ഇരിപ്പും കൂടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പറയുന്നുള്ളത്? ഏതെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന അറിവിൻ്റെ വിദ്യയുടെ ദേവത ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം. എനിക്കുറപ്പുണ്ട്, പുസ്തകം പൂജയ്ക്ക് വെക്കുന്ന ചടങ്ങിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനത്തിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളും കുടുംബങ്ങളും അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ നാം ആലോചിക്കേണ്ടത് ഈ നാങ്ങളെ കൊല്ലുന്ന ദൈവങ്ങൾ നാങ്ങളെ കൊല്ലുന്ന സമയത്ത് നാങ്ങൾക്കില്ലാത്ത ദൈവങ്ങൾ നാങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിച്ച ഒരു മഹാത്മാ അയ്യങ്കാളി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിക്കണം. കൈകളിൽ ചരട് കെട്ടിക്കൊണ്ട്, ഓറഞ്ച് ചരടുകൾ കെട്ടിക്കൊണ്ട് പലപ്പോഴും നാം നടന്നു നീക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ ദളിതരും ആദിവാസികളും മഹാത്മാ അയ്യങ്കാളി ജയന്തിയേക്കാൾ കൂടുതൽ ആഘോഷിക്കുന്ന സമയത്ത് നാം തിരിച്ചറിയേണ്ടത് ഈ മനുഷ്യരൊന്നും ഒരു കാലത്തും നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ്. നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ BR അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും അടക്കമുള്ള ആളുകളാണ് വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടി നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നത് എന്ന് നാം ആലോചിക്കണം. ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ വിദ്യാഭ്യാസം മുടക്കിയിരുന്നത് ഈ പുരാണ ഗ്രന്ഥങ്ങളാണെന്ന് നാം ആലോചിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം മുടക്കിയത് ഈ മനുസ്മൃതി ഗ്രന്ഥങ്ങളാണെന്നും ഈ സവർണ മേധാവിത്വമാണ് നമ്മുടെ വിദ്യാഭ്യാസം മുടക്കിപ്പോയതെന്ന് നാം കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ചെവിയിൽ ഈയമൊഴിച്ച അതേ മനുഷ്യരുടെ പ്രത്യയശാസ്ത്രങ്ങളെയാണ് ഇന്ന് നാം പലപ്പോഴും പുൽകുന്നത് എന്ന് പറയുന്ന ഒരു ഓർമ്മ നമുക്ക് വേണം. നമ്മുടെ സാമുദായിക ഐക്യം കൂടെ ഉണ്ടായിരുന്നു അന്ന്. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോട് ചേർന്നിട്ടാണ് മഹാത്മാ അയ്യങ്കാളി ഈ സമരകാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്തത്. ഇന്നൊരു പക്ഷേ മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കേണ്ട സാമുദായിക ഐക്യത്തിൻ്റെ ഇടപെടൽ കൂടിയാണ് ഒരു പക്ഷേ മഹാത്മാ അയ്യങ്കാളി നമ്മൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളതെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഇടപെടൽ എന്ന് പറയുന്നത് കേരളത്തിൽ ശരീരത്തിൻ്റെ രാഷ്ട്രീയം പഠിപ്പിച്ചു എന്നുള്ളതാണ് മഹാത്മാ അയ്യങ്കാളി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഇടപെടൽ. ഒരു പക്ഷേ ക്യൂർ ആധുനിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഞങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. പക്ഷേ ഈ മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായി കേരള ചരിത്രത്തിൽ മുഴക്കിയിട്ടുള്ളത് കല്ലമാല സമരത്തിൻ്റെ രാഷ്ട്രീയമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു പക്ഷേ 1921 തൃപ്പൂണിത്തറ തൊഴാൻ വന്ന നായർ സ്ത്രീയുടെ ബ്ലൗസ് അഴിപ്പിച്ച ചരിത്രമാണ് കേരളത്തിൻ്റെ സ്ത്രീകളോടുള്ള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം. എന്താണ്? സനാതന ധർമ്മം നടപ്പിലാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലൗസ് അഴിപ്പിച്ചുകൊണ്ട്. ചാനാർ സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ട് സനാതന ധർമ്മം നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഈ സനാതന ധർമ്മത്തിൻ്റെ പേരിലാണ് ശബരിമല പ്രക്ഷോഭം നടത്തുമ്പം നമ്മുടെ അമ്മമാരുടെ, രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ കഴുത്തിൽ കയറും ഇട്ടിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് നിന്നില്ല. നിന്നത് മൊത്തം മലയേറിയ സമുദായത്തിലെ സ്ത്രീകളാണ്. നമ്മുടെ അമ്മമാരെയാണ് അവർ നിർത്തിയിട്ടുള്ളതെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിർത്തുന്ന സമയത്താണ് കല്ലമാല സമരത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ ആലോചിക്കേണ്ടത്. അന്നത്തെ സ്ത്രീകളുടെ, പെണ്ണുങ്ങളുടെ, ദളിത് സ്ത്രീകളുടെ കരുത്ത് നമ്മൾ ആലോചിക്കണം. കൂരി നായർ വിശാഖൻ ദേവനെ ഒലക്ക വെച്ച് അടിക്കാൻ നോക്കിയ സമയത്ത് തിരിച്ച് അരിവാള് കൊണ്ട് മറുപടി നൽകിയത് നമ്മുടെ കരുത്തുള്ള അമ്മമാരാണെന്നുള്ളത് നാം കൃത്യമായി ഓർക്കേണ്ട രാഷ്ട്രീയം തന്നെയാണ്. ഒരുപക്ഷെ ദളിത് സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആകുലത മാത്രം അനുഭവിക്കുന്ന സ്ത്രീകളെ രാഷ്ട്രീയപരമായി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ അമ്മമാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ ആലോചിക്കണം. പൊയ്കയിൽ അപ്പച്ചൻ്റെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ മറ്റൊന്നും തിരിച്ച ആയുധമില്ലാത്ത സമയത്ത് അടുപ്പിലെ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊണ്ട് അവിടുത്തെ സവർണ മേധാവി പുരുഷന്മാരെ ഓടിച്ച ചരിത്രമാണ് പൊയ്കയിൽ അപ്പച്ചൻ്റെ രാഷ്ട്രീയത്തിന് മതത്തിൽ നിന്നിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രം എന്നുള്ളത് നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് നമുക്കൊരു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഉണ്ടായിരുന്നു, NSSൻ്റെ ഒരു നേതാവ് വേദിയിൽ. ഇന്ന് ഏത് NSSൻ്റെ നേതാവിനെയാണ് നമുക്ക് കിട്ടുക? EWS സംവരണം നടപ്പിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു NSSൻ്റെ നേതാവ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ജാതി സംവരണം അവസാനിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു NSSൻ്റെ നേതാവ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരു NSSൻ്റെ നേതാവ് ഇന്ന് വന്നുകൊണ്ട് കല്ലമാല ഇവർ ഇടണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു നേതാവ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മലയാളിയായിട്ടുള്ള, നായരായിട്ടുള്ള ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുകൂടി പറയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് കൂടെ ബോധ്യം വരുത്തുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം. മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറയാനൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് വലിയ ഊർജ്ജമാണ്. പക്ഷേ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം ഈ അവസരത്തിലേ ഇല്ല. അദ്ദേഹം കേരള ചരിത്രത്തിലെ നവോത്ഥാന ഇടപെടലുകൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പറയുവാനേ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ആലോചിക്കണം. നോക്കൂ, ഇവിടം കൊണ്ട് സമരം തീർന്നില്ല. ഈ പറയുന്ന കമ്മാൻകുളം എന്ന് പറയുന്ന നമ്മൾക്കറിയുന്ന ഇന്നുള്ള കൊല്ലം ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് നിലനിൽക്കുന്നിടത്തുള്ള കുളം,
നമ്മൾക്ക് പണമില്ലാഞ്ഞിട്ട് നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിക്കൽ TM വർഗീസ് എന്ന് പറയുന്ന ആളെ കണ്ടുകൊണ്ട് നമ്മൾക്ക് വേണ്ടി 1/2 ഏക്കറുള്ള കുളം വെട്ടിയിട്ടാണ് ഈ പണം തിരിച്ചു കൊടുത്തത് എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഊഴിയ വേല ചെയ്തുകൊണ്ട് നഖം പോലും അറ്റുപോകുന്ന അവസരങ്ങളിൽ നമ്മൾക്ക് വേണ്ടി കുളങ്ങൾ വെട്ടിക്കൊണ്ട് രാഷ്ട്രീയം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ മറ്റേത് നവോത്ഥാന നായകരുടെയും സ്ഥലങ്ങൾ സംരക്ഷിക്കുവാൻ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കമ്മാൻകുളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നമ്മളൊന്ന് പോയി നോക്കി കാണണം. മഹാത്മാ അയ്യങ്കാളിയുടെ മണ്ഡപത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ പോയി നോക്കി കാണണം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്നിറ്റി പോലും മരണശേഷം ഈ മനുഷ്യർക്ക് കൊടുക്കാത്ത രീതിയിലാണ് അവരുടെയൊക്കെ തന്നെ കുടീരങ്ങളും അവർ ഇടപെട്ട ഇടങ്ങളും നിലനിൽക്കുന്നത് എന്നത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ SC/ST വിഭാഗങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് പഞ്ചായത്തുകൾക്കകത്ത്, ബ്ലോക്കുകൾക്കകത്ത്, ജില്ലാ പഞ്ചായത്തുകൾക്കകത്ത്, നമ്മുടെ നിയമസഭകൾക്കകത്ത് എത്തുന്ന ആളുകൾ ഈ വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്ത് ശബ്ദമുയർത്തുന്നു എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന നൈതികതയുള്ള സാമൂഹ്യ ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷെ പ്രജാസഭയ്ക്കകത്ത് ഈ പറയുന്ന 1904 വരെ 88 അംഗങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭൂവുടമയോ വ്യാപാര പ്രതിനിധിയോ ആയിട്ടുള്ള 100 രൂപയിൽ കുറയാത്ത നികുതിയും 6000 രൂപയിൽ കുറയാത്ത കൂടുതൽ വാർഷിക വരുമാനവുമുള്ള ആളുകളെയാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഇടത്ത് നിന്നാണ് 1907 അയിത്തജാതി പ്രതിനിധികൾ വരുന്നതും 1910 PK ഗോവിന്ദൻ പിള്ള പുലയ പ്രതിനിധിയായി വരുന്നതും പിന്നീട് 1912 മുതൽ 28 വരെ 1912 മുതൽ 28 കൊല്ലം മഹാത്മാ അയ്യങ്കാളി പ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഒരിക്കലും പറഞ്ഞത് കൊല്ലാൻ പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായി അദ്ദേഹം വരുന്ന ജനതയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാം ഇന്നും നമ്മുടെ ജനത പലപ്പോഴും ഒരു ഒറ്റമുറി വീടുകൾക്കകത്താണ് താമസിക്കുന്നത്. നമുക്കറിയാം കോളനികൾക്കകത്തെ വളരെ ചെറിയ ഭൂമിയിലാണ് പലപ്പോഴും ഇപ്പോൾ നമ്മുടെ ജീവിതം. 50,000-ഓളം ജാതി കോളനികളിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കോളനി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കരുതെന്നും പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു പേര് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ സർക്കാർ നവോത്ഥാന നേട്ടത്തിൻ്റെ പ്രധാന നേട്ടമായി പറയുന്നത്. പൊയ്കേലപ്പച്ചൻ ഒരു പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, പുലയരെല്ലാവരും കൂടെ ചേരന്മാരായാൽ എന്താ പുലയൻ്റെ പുല മാറുമോ എന്നുള്ളത്. കോളനിയുടെ പേര് മാറ്റിയെന്ന് വെച്ചിട്ട് ഏത് മനുഷ്യനാണ് ജാതീയതയിൽ നിന്ന് മോചനം കിട്ടാൻ പോകുന്നത്? ഊരിൻ്റെ പേര് മാറ്റി പ്രകൃതി എന്ന് പറഞ്ഞതുകൊണ്ട് ഏത് മധുവാണ് കൊല ചെയ്യപ്പെടാതെ ഇരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. സെന്റ് ഭൂമികളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ലൈഫ് പദ്ധതികളുടെ ഫ്ലാറ്റ് പദ്ധതികളിലേക്ക് നമ്മളെ ഒതുക്കാതെ കൃത്യമായി ഭൂമി വിതരണം ചെയ്തുകൊണ്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ലയങ്ങളിൽ, മൂന്നാറിലെ ലയങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ടാറ്റ, ഹാരിസൺ പോലുള്ള കുത്തക ഭീമന്മാർക്ക് ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധം എന്ന് പറയുന്ന സർക്കാർ എത്ര ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇന്നും കൈവശം വെക്കാൻ വേണ്ടി അധികാരം കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഭൂമിക്ക് മേലെ കൃത്യമായ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞങ്ങൾ വോട്ട് നൽകുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾക്ക് ഉറച്ചു പറയാൻ വേണ്ടി സാധിക്കണം. കോളനികളിലെ ഭൂമിയല്ല നമുക്ക് ആവശ്യമെന്ന് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഞാൻ ഒരിക്കൽ കോളനികളിൽ പോയ സമയത്ത് വീടുകളുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ചില ആദിവാസി ഊരുകളിൽ പ്രത്യേകിച്ച്, ഇന്ന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടെന്ന് മഞ്ഞ അക്ഷരത്തിൽ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അഗ്രഹത്തിലും പൈസ കൊടുക്കുന്നുണ്ട് ഓട് മാറ്റാൻ വേണ്ടിയിട്ട്. എന്താണ് അവിടെ ഇന്ന പദ്ധതി കൊണ്ടുണ്ടാക്കിയ വീടെന്ന് ഒരു അഗ്രഹാരത്തിൻ്റെ മേലെ എഴുതാനുള്ള മിനിമം ധൈര്യം ഇവിടുത്തെ ആർക്കെങ്കിലും ഉണ്ടാവോ? തൊട്ടാ പൊള്ളും അല്ലേ? നമ്മൾക്ക് കിട്ടിയ വീടിൻ്റെ മേലെയാണ് ഇത് എഴുതി വെക്കുന്നത്. ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു മുത്തശ്ശിയോട് സംസാരിച്ചു. പുള്ളിക്കാരത്തി പറയുന്നത് കക്കൂസിൻ്റെ മേലെ നരേന്ദ്രമോദിയുടെ പടമാണ്, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയും. അപ്പിടാൻ പോകുമ്പോൾ നരേന്ദ്രമോദിനെ കണ്ടിട്ട് പോകണം എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത്. നോക്കൊന്ന് ബാത്റൂം, സ്വന്തമായിട്ട് കിട്ടിയ ബാത്റൂം പോലും ഇതാണ് അംബേദ്കർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല മിസ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞ ഇത് തന്നെയാണ്. ഞങ്ങളുടെ വീടുകൾ ഇന്നും മറ്റ് സർക്കാർ പദ്ധതികളുടെ വീടുകളാക്കി മാറ്റി നിലനിർത്തുകയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അതേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃത്യമായി ഞങ്ങളുടെ കൃഷിഭൂമികൾ ഞങ്ങൾക്ക് തിരിച്ചു തരാമായിരുന്നു അല്ലേ? കൃത്യമായി ഈ പറയുന്ന ലാൻഡ് റൈറ്റ് ആക്ട് പ്രകാരം നമുക്ക് ഭൂമികൾ തിരിച്ചു നൽകാമായിരുന്നു. ഇത് ഉണ്ടായിട്ടില്ല. ഏറ്റവും മോശം സ്ഥലങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മുടെ ജനത
മാറ്റപ്പെട്ടിട്ടുള്ളത്. റോഡ് സൈഡുകളുള്ള മികച്ച വീടുകൾ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനി സമൂഹം അടക്കമുള്ള സമുദായങ്ങൾക്ക് വീതം വെച്ച് നൽകിയ സമയത്ത് നമ്മൾ ഇന്നും ഏറ്റവും മോശം ഭൂയിടങ്ങളിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അയ്യങ്കാളി പുതുവൽ ഭൂമികളെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ലഭിച്ച ഭൂമികൾ മറ്റാളുകളുടെ ഓണർഷിപ്പിലേക്ക് പോകരുതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഭൂമിയാണോ ഞങ്ങൾക്ക് ലഭിച്ചത് അത് നല്ല ഭൂമിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് സമുദായങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതത്തെയും ബാധിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നിയമസഭയ്ക്കകത്ത് നാം തിരഞ്ഞെടുത്ത് അയക്കുന്ന ഏത് നേതാവാണ് നമ്മുടെ കോളനികൾ മാറ്റിക്കൊണ്ട് കൃത്യമായ ഭൂമിയുടെ വിതരണം നടത്തണമെന്ന് ആർജവത്തോടെ പറയുന്ന എത്ര രാഷ്ട്രീയ പ്രതിനിധികൾ നമുക്കുണ്ടെന്ന് കൃത്യമായി നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ മഹാത്മാ അയ്യങ്കാളി സഭയ്ക്കകത്ത് നിന്ന് ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ കൃത്യമായി സ്പെഷ്യൽ ഫീസ് കൺസെഷൻ നൽകണം. ഇത്തരം കുട്ടികളെ ജാതീയമായി അധിക്ഷേപിക്കുന്ന അധ്യാപകർക്കിടയിൽ കൃത്യമായ stringent ആയിട്ടുള്ള ആക്ഷൻസ് വരണമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ വിദ്യാഭ്യാസമാണ് ചോദിച്ചത്, മറ്റൊരു സമുദായവുമായി തർക്കിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ എവിടെ വന്നതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. ഞങ്ങൾക്ക് അറിവ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽഡിൽ ലേബർമാർ കിട്ടാതാകും, അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നും മിക്ക രാഷ്ട്രീയ പാർട്ടികളെയും വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്കകത്ത് പോസ്റ്റർ ഒട്ടിക്കാനും ജയിലിൽ കിടക്കാനും ജാമ്യം നിൽക്കാനും നമ്മുടെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. നമ്മൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിടയിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി മറ്റൊരു മനുഷ്യനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ പേടിച്ചുകൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മെ കേവലം പോസ്റ്റർ ഒട്ടിക്കുന്ന പശ കലക്കുന്ന മനുഷ്യരായിക്കൊണ്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തുന്നത് എന്നുള്ളതും കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സർവീസ് സെക്ടറുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ്. കൃത്യമായ ഉദ്യോഗവും തൊഴിലും നൽകണം എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി മഹാത്മാ അയ്യങ്കാളി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർ EWS സംവരണം നടപ്പിലാക്കിയ സമയത്ത് യാതൊരു രീതിയിലും EWS സംവരണത്തിനെതിരെ ഒന്നും മിണ്ടാതെ പോലും ഇരുന്ന മനുഷ്യന്മാർ ആലോചിക്കേണ്ടത് അവർ പിൻപറ്റുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും രാഷ്ട്രീയമല്ല എന്നുള്ളത് മിനിമം അവർ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നും കേരളത്തിനകത്ത് ഉത്രാടക്കിഴി എന്ന് പറഞ്ഞുകൊണ്ട് തഹസിൽദാർമാർ 1001 രൂപ രാജവംശത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി കൊണ്ട് നമ്മുടെ അവകാശങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകണം. ഐക്യത്തോടുകൂടി സുപ്രീം കോടതിയിൽ നിന്ന് തെറ്റായ വിധികൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ തിരുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ശക്തിയായിക്കൊണ്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. മഹാത്മാ അയ്യങ്കാളിയുടെ പേര് ഒരു VJT ഹാളിന് കൊടുത്തത് കൊണ്ട് കാര്യമില്ല, മറിച്ച് EWS പോലുള്ള ഒരു സംവരണം നടപ്പിലാക്കുന്ന സമയത്ത് അത് തെറ്റായ സംവരണമാണെന്ന് പറയുവാനുള്ള മിനിമം ആർജവം ഭരണകക്ഷികൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും ഉണ്ടാവുന്ന സമയത്താണ് ആ രാഷ്ട്രീയം പ്രാവർത്തികമാവുന്നത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. നോക്കൂ, പാലക്കാട് ജില്ലയിലാണ് ശകുന്തള എന്ന് പറയുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം പുത്തൂർ പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിൽ അടക്കാൻ ഇനിയും സമ്മതിക്കാതിരുന്നത്. ദേവിപ്രിയ എന്ന് പറയുന്ന നമ്മുടെ 8 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെയാണ് പിങ്ക് പോലീസുകാരി മൊബൈൽ കട്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് റോട്ടിൽ നിർത്തിയത്. ഡൽഹിയിൽ ഒരു മൺകുടത്തിൽ നിന്ന് വെള്ളമെടുത്തതിനാണ് തലക്കടിച്ചുകൊണ്ട് നമ്മുടെ ഒരു പിഞ്ചു കുഞ്ഞിനെ അധ്യാപകൻ കൊല ചെയ്തത് എന്നുള്ളതും നാം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ജാതീയത ഇന്നും കേരളത്തിനകത്ത് നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവുകൾക്ക് നമ്മൾ മറ്റെവിടെയും പോകണ്ട. നമ്മുടെ മന്ത്രിമാരുടെ സ്ഥാനം ജാതീയമായിട്ട് ഏതൊക്കെ ജാതികളാണ് കൈയാളുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. എയ്ഡഡ് കോളേജുകൾക്കകത്ത് ജാതി കോളനികളായിക്കൊണ്ട് 90% മുകളിൽ ഒരു പ്രത്യേക ജാതി മാത്രം നിലനിൽക്കുന്നു എന്നുള്ളത് നാം നോക്കിയാൽ മതി. രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ഏത് ജാതി വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. സുപ്രീം കോടതിക്കകത്തെ കൊളീജിയം റെക്കമെൻഡ് ചെയ്യുന്ന ജഡ്ജിമാർ ഏത് ജാതി വിഭാഗത്തിൽ നിന്നുള്ള ജഡ്ജിമാരാണെന്ന് കൃത്യമായി പരിശോധിച്ചാൽ മതി. മാധ്യമ മേഖലകൾക്കകത്ത് ഇന്ത്യക്കകത്ത് ഹു ടെൽസ് അവർ സ്റ്റോറീസ് മാറ്റർ പോലുള്ള ഓക്സ്ഫാം ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്ന പോലെ തന്നെ ഏത് വിഭാഗം ജാതിക്കാരാണ് അവിടെ ഉള്ളത് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ബ്യൂറോക്രസിയിൽ
ചീഫ് സെക്രട്ടറിമാരെ ആയിക്കൊണ്ട് ഇന്ത്യക്കകത്ത് എത്ര മുസ്ലിങ്ങളും എത്ര ഈഴവരും എത്ര ദളിതരും എത്ര ആദിവാസികളും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഇത്തരം ജാതീയമായ ഒളിഗാർക്കി ഇന്ന് നിലനിൽക്കുന്ന സമയത്ത് അതിനെതിരെ കൃത്യമായി കൊണ്ട് പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആ പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തുമ്പോൾ മാത്രമേ മഹാത്മാ അയ്യങ്കാളിയുടെ രാഷ്ട്രീയത്തെ നാം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറച്ചു പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മുൻപും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീൽ ഇങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ ഹനുമാൻ ഒരു മല ഒരു കൈകൊണ്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ഉയർത്തിയെന്ന് ഒരു മുത്തശ്ശി ഒരു റീലിൽ പറയുന്നത് എന്നെയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ പുരാണ ഇതിഹാസങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് സവർണ രാഷ്ട്രീയം വീണ്ടും നമ്മുടെ വീടുകൾക്കകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനെയും ഡോക്ടർ BR അംബേദ്കറിനെയും ദാക്ഷായണി വേലായുധനെയും ഒക്കെ തന്നെ രാഷ്ട്രീയം നമ്മുടെ വീടുകളുടെ ഐശ്വര്യമായി മാറട്ടെ. ഇന്ത്യൻ ഭരണഘടനയാണ് വീടുകളുടെ ഐശ്വര്യമെന്ന് കൃത്യമായി നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കട്ടെ. നമ്മൾക്ക് ദൈവങ്ങളുണ്ടെങ്കിൽ ആ ദൈവം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആളുകളാണ്, നമ്മൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തികളാണെന്ന് ഊർജത്തോടു കൂടി നമ്മൾക്ക് പറയാൻ സാധിക്കട്ടെ. നമ്മുടെ മുൻ തലമുറകളിൽ അയ്യങ്കാളി ഒരുപക്ഷെ 10 BA ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് MA ആയിരക്കണക്കിന് PhD ആയിരക്കണക്കിന് ഡോക്ടർമാരും നമുക്കിടയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഒരു കാലത്തും നമ്മളിനി അടിമത്തത്തെ തിരിച്ചു കൊണ്ടുവരരുത്. അത് രാഷ്ട്രീയ അടിമത്തമാകാം, സവർണ രാഷ്ട്രീയ അടിമത്തമാവാം, സവർണ ദൈവങ്ങൾക്ക് മേലുള്ള അടിമത്തമാവാം. ഇത്തരം ഒരു അടിമത്തത്തിനും കീഴ്പ്പെടാത്ത രീതിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ വില്ലുവണ്ടിയുടെ ഉറച്ച രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഭീം, ജയ് മഹാത്മാ അയ്യങ്കാളി. നമുക്ക് എല്ലാവർക്കും കൂടി ഉറച്ചൊരു ജയ് ഭീം പറയാം. രാമരാമ പറയുന്നതിൻ്റെ പകുതി എനർജിയും കൂടെ വേണ്ട. ജയ് ഭീം, ജയ് ഭീം, ജയ് ഭീം. എല്ലാവർക്കും നന്ദി. മഹാത്മാ അയ്യങ്കാളിയും ഡോക്ടർ BR അംബേദ്കറെയും ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ നമുക്ക് വേണ്ടി നൽകിയ ജീവിതത്തെ, അവർ നമുക്ക് വേണ്ടി പടുത്തുയർത്തിയ പുതിയ കേരളത്തെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി.